ഇന്ന് സൺഡേ ആയിട്ട് ഒരു കല്യാണ വിശേഷമാണ് പറയാനുള്ളത്. ഇന്ന് ചേട്ടായിയുടെ ഫ്രണ്ടിൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആയിരുന്നു. അവരുടെ പെണ്ണിൻ്റെ വീട്ടിൽ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ ആ പെണ്ണിൻ്റെ വീടിൻ്റെ അവിടെ നിന്നുള്ളൊരു അമ്പലത്തിൽ വെച്ചിട്ടായിരുന്നു കെട്ട്. രാവിലെ 10:30-ക്കായിരുന്നു കെട്ട്. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അവിടെ തന്നെയുള്ള ഒരു ഓഡിറ്റോറിയത്തിലായിരുന്നു ബാക്കി പരിപാടികൾ. അമ്പലത്തിൻ്റെ ചുറ്റും പാടാണ് കേട്ടോ. അപ്പം നല്ല ഭംഗിയാണ്. ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ നല്ല രസമുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൽ കൂടെയൊക്കെ നടന്ന് കുറച്ച് നേരം പ്രകൃതി രമണീയനൊക്കെ ആസ്വദിച്ചിട്ട് ഹാളിലെത്തി. ഇപ്പോൾ വളരെ കുറച്ച് ആൾക്കാരൊക്കെ മാത്രമുള്ള ഒരു പരിപാടിയായിരുന്നു രാവിലെ. അപ്പോൾ അങ്ങനെ ചെന്ന് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനിരുന്നു. പിന്നെ ആ ദിവസത്തിൻ്റെ ഭക്ഷണം കഴിക്കലിൻ്റെ ഫാസ്റ്റൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ വളരെ പയ്യെയാണ് ഫിനിഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഉടനെ തന്നെ വീട്ടിലേക്ക് പോന്നു. കാരണം നമുക്ക് റിസപ്ഷനും വരാനുള്ളതാണ്. അതുകൊണ്ട് വേഗം തന്നെ പോന്നു. ഒത്തിരി വെയിലൊന്നും കൊണ്ട് നടക്കാതെ വേഗം പോന്നു. റിസപ്ഷൻ ചെറുക്കൻ്റെ വീടിൻ്റെ അവിടെയായിരുന്നു. അവിടെ അടുത്തുള്ള KPM എന്ന് പറഞ്ഞൊരു ഇവൻറ്റ് സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു. വളരെ ഭംഗിയുള്ളൊരു ഓഡിറ്റോറിയം ആയിരുന്നു അത്. അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ഡെക്കറേഷൻസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അവിടെ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. കുറച്ച് നേരമൊക്കെ അവിടെ ഒരു പ്രോഗ്രാമും നടക്കുന്നുണ്ടായിരുന്നു. ഗാനമേള പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കുറേ ആൾക്കാർ നല്ല രീതിയിലൊക്കെ നല്ല ഭംഗിയായിട്ട് പാട്ടൊക്കെ പാടി. അപ്പോൾ അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം ഇരുന്നു. ചെന്നപ്പോൾ തന്നെ നമ്മുടെ അദൂസ് ഐസ്ക്രീം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കലൊക്കെ ആയി. അങ്ങനെ അവൻ ഐസ്ക്രീമൊക്കെ കഴിക്കുന്നു. ഞങ്ങൾ പ്രോഗ്രാമൊക്കെ ആസ്വദിച്ച് അപ്പം അവിടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ മീറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പിന്നെ ഭക്ഷണം കഴിക്കാം എന്ന് വിചാരിച്ചു ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നു. ഫ്രൈഡ് റൈസും ചിക്കനും ആയിരുന്നു. പിന്നെ വേറെ ദോശയും അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അത് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ ആ ദിവസം അതിൽ കൂടെ ഓടി നടന്ന് കളിക്കലും അങ്ങനെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ.